വെൽക്കം ടു എക്സാമിനർ മക്കളെ മൂസിൻ സാറാണ്. ഈ വരുന്ന മാത്സ് എക്സാമിൽ ഓണം എക്സാമിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. മക്കളെ ക്വസ്റ്റ്യൻ പാറ്റേൺ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിക്കണം. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇവിടെ മാറിയിട്ടുള്ളത്. എന്തൊക്കെയാണ് മാറ്റം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കാം. യെസ് മക്കളെ, SCERT നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ ഇപ്പോൾ തന്നിട്ടുണ്ട്. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. യെസ്, അപ്പോൾ ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, ABCD. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സുഖല്ലേ ABCD കറക്കി കുത്തിയിട്ടാ പോരാ, അത് പണി കിട്ടും. A+ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കും. യെസ്, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കഴിഞ്ഞ വർഷം ആദ്യം 2 മാർക്കിന് കുറച്ച് ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് 3 മാർക്കിന് കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ 4 മാർക്കിന്, പിന്നെ 5 മാർക്കിന്, ഇങ്ങനെയായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഈ വർഷം ആദ്യം തന്നെ സെക്ഷൻ ABCD 4 സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ മുഴുവൻ 8 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരിടും. A+ ലെവൽ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഇടും. യെസ്, നിങ്ങളെ കൺഫ്യൂസിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഓപ്ഷൻ ABCD തരും. അപ്പോൾ നമുക്ക് ചിന്തിക്കും B ആണോ C ആണോ കൺഫ്യൂഷൻ ആയിട്ട് വരും. യെസ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം, നല്ലോണം പഠിക്കണം, കോൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആക്കി പഠിക്കാനേ വേണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുള്ളത് യൂസിങ് 40 × 80 = 3200 ആണെങ്കിൽ വി കാൽക്കുലേറ്റ് 41 × 81. ഇത്രയേ ഉള്ളൂ. അത് ഓപ്ഷൻസ് തന്നു നോക്കാം. ഫസ്റ്റ് എന്താ തന്നത്? 3200 + 40 + 80. ഇതാണോ ഇതിൻ്റെ ആൻസർ വരിക? നെക്സ്റ്റ് 3200 + 40 + 1 ഇതാണോ വരിക? നെക്സ്റ്റ് 3200 + 40 + 80 + 1 ഇതാണോ വരിക? 3200 + 10 ഇങ്ങനെയാണോ വരിക എന്നുള്ളതാണ്. യെസ് മക്കളെ, നമുക്കറിയാം 4ാമത്തെ ചാപ്റ്റർ എങ്ങനെ വരുന്നത്. ഈ 41 × 81 നമുക്ക് എങ്ങനെ എഴുതാം? 40 + 1 × 80 + 1 എന്ന് എഴുതി കൂടെ? റെഡിയാണോ? യെസ്, 40 + 1 എങ്ങനെ എഴുതാം? 80 + 1 ഇങ്ങനെ എഴുതി കൂടെ? യെസ്, ഇതിനെ 40 × 1 ഓരോ ടേമും ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ? യെസ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാ. യെസ്, അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി? 40 × 80. 40 × 80 എത്ര? 3200. റെഡിയാണോ? അടുത്തെന്താ? ഈ 40 × 80 കഴിഞ്ഞു. അടുത്ത 40 × 1. 40 × 1 40, 40. അപ്പോൾ രണ്ടാമത്തത് 40. നെക്സ്റ്റ് മക്കളെ ചെയ്യേണ്ട എന്താ? 1 × 80. അപ്പോൾ ദാ മൂന്നാമത്തെ 80. നെക്സ്റ്റ് 1 × 1 അപ്പോൾ 1. സോ C ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ C ആണെങ്കിൽ ആൻസർ നിങ്ങൾ C എന്ന് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ അതിൽ എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ 1 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വെറുതെ ഒരുപാട് എഴുതി നമ്മളെ സമയം കളഞ്ഞ് 5 മാർക്കിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയം കിട്ടില്ല. പിന്നെ അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഏതാണ് ഓപ്ഷൻ അത് മാത്രം എഴുതിയാൽ 1 മാർക്ക് കിട്ടും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, C എന്ന് മാത്രം എഴുതി പോയത്. കാരണം ഈ C എന്ന് എഴുതുമ്പോൾ ചിലപ്പം D എന്നൊക്കെ വായിച്ചാൽ അറിയാതെ ടീച്ചേഴ്സ് വായിച്ചാൽ, അപ്പോൾ അല്ലെങ്കിൽ B എന്നാണ് ആൻസർ എങ്കിൽ B എന്ന് എഴുതുമ്പോൾ പെട്ടെന്ന് എഴുതുമ്പോൾ ആ D ഒക്കെ വായിച്ചാൽ അവർ തെറ്റിട്ട് പോകൂലേ? അപ്പോൾ ആൻസർ കൂടെ നേരെ എഴുതി വെക്കുക. അപ്പോൾ C എന്ന് എഴുതിയിട്ട് C-ന്റെ ആൻസർ എന്താണോ അത് മാത്രം എഴുതുക. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഇത് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇത് ശ്രദ്ധിക്കണം. യെസ്, അപ്പോൾ മക്കളെ, ഇതുപോലെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ആൽഫ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും അറിയാത്തവരോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ, ഇനി ഇതിലേറെ ഇമ്പോർട്ടൻറ്റ് ഈ 8 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ പുതിയതായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ CBSE പഠിച്ച കുട്ടികൾക്ക് ഇത് അറിയാം. കാരണം അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി അവർ കണ്ടത് 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ തന്നെ ഈ CBSE ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്കിത് പുതിയതാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, 2 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തരും. സ്റ്റേറ്റ്മെന്റ് A, സ്റ്റേറ്റ്മെന്റ് B. എന്നിട്ട് ഓപ്ഷൻസ് ഇതായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് അവർ പറയാം, A is true, B is false. സ്റ്റേറ്റ്മെന്റ് A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, B തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തെങ്കിലും തെറ്റായത് തരും. നെക്സ്റ്റ് രണ്ടാമത്തത് A is false, B is true. A തെറ്റാണ്, B ശരിയാണ്. നെക്സ്റ്റ് both are true and B is a reason for A. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. B എന്ന് പറഞ്ഞാൽ A എന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഒരു റീസൺ ആണ്. A എന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആവാൻ കാരണം B എന്ന ഒരു റീസൺ ആണ്. അത് അതിന്റെ റീസൺ ആണ്.
റെഡിയാണോ? യെസ്. നെക്സ്റ്റ് നാലാമത്തത് ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഇസ് നോട്ട് ദ റീസൺ ഫോർ എ. രണ്ടും ട്രൂ ആണ്, രണ്ടും വേറെ വേറെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തേന് രണ്ടാമത്തെ ബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ഒന്നുമല്ല. എങ്ങനെയാണ് ഇതിലുള്ള കൺഫ്യൂഷൻ? മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് പോകും. കാരണം നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് പുതിയതാണ്. അപ്പോൾ എന്താണ് നമുക്കുള്ളത്? ഈ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ് മക്കളെ, ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് ഏതെന്നത് 2 is not the square of any natural number of or fractions. അതായത് 2 എന്ന് പറഞ്ഞാൽ ഈ നോട്ട് ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ. ഒരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ 2 ആകില്ല എന്ന് പറഞ്ഞത് അത് ശരിയാണോ? നമ്മൾ പഠിച്ചതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ അല്ലേ? യെസ്. 2 എന്ന വാല്യൂ എന്തിൻ്റെയും സ്ക്വയർ ആവുമല്ലോ. ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആവുമോ? ഇല്ല. 1 ആണ് നാച്ചുറൽ നമ്പർ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4 ആ. അപ്പോൾ ഈ 2ഉം 3ഉം എന്തിൻ്റെ സ്ക്വയർ അല്ല? ഏത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണ്, നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി 2 ഈസ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 and 2. 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2. അത് ശരിയാണോ? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 1ൻ്റെയും 4ൻ്റെയും ഇടയിലല്ലേ 2 വരുന്നത്? അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഏതോ നമ്പറിന്റെ സ്ക്വയർ ആണ് 2. അത് മനസ്സിലായി? റെഡി ആണല്ലോ? യെസ്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പർ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടല്ലേ ഈ ബിയും ശരിയല്ലേ? ഒന്നാമത്തെ റീസൺ ബി അല്ലേ? സോ എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഏതാണ് മക്കളെ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് എ റീസൺ ഫോർ എ. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തോന്നുന്നു രണ്ടും ശരിയാണ്. അപ്പം എന്താണ്, ചിലവർ ചിന്തിക്കും ഇത് റീസൺ അല്ല എന്ന് ചിന്തിക്കും. 4 ആൻസർ ചെയ്തും പക്ഷെ അത് തെറ്റാവും. ആ ഒരു മാർക്കോടെ പോകും, A+നെ ബാധിക്കും. മക്കളെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ് തരും. ചിലപ്പോൾ രണ്ടാമത്തെ ഒന്നാമത്തെ റീസൺ ആകും. ആണോ അല്ലേ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ റീസൺ സ്റ്റേറ്റ്മെന്റ് എ ബി 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യനും 8ാമത്തെ ക്വസ്റ്റ്യനും ഉണ്ട്. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് മക്കളെ, ഒന്നാമത്തേതൊക്കെ എന്താണ്? ഇതാ ABCD 4 ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നതാ. 4 ഓപ്ഷൻസ് വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 6 എണ്ണം. ലാസ്റ്റ് 2 എണ്ണം 7, 8. ലാസ്റ്റ് 2 എണ്ണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. റെഡി ആണല്ലോ? യെസ്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ബിയിൽ വരുന്നത് ഈച്ച് ഓഫ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ സാധാ പോലെ നമ്മൾ ഓൾറെഡി കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യണം, ഇത് പഠിക്കണം കേട്ടോ. യെസ്. അതുപോലെ തന്നെ സെക്ഷൻ സിയിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ ഡിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. സെക്ഷൻ ഡിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ അവർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡൽ പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഈ ഓണം എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സിമ്പിളാണെന്ന് കരുതരുത്. A+ ലെവൽ A+ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവരിടും. അതിൽ നിന്ന് വരാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എൻ്റെ മക്കൾ വായിച്ചിട്ട് ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ എൻ്റെ മക്കളെ അടിപൊളിയായിട്ട് നമ്മളെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുക. അപ്പോൾ മക്കളെ, ഇതുപോലെ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ബാച്ചിലെ ആപ്പിലൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആൽഫ ബാച്ചിൽ വേഗം വിളിച്ച് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറാണ് വിളിച്ച് ജോയിൻ ചെയ്യാനുള്ളത്. വേഗം വിളിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. ഈ ഓണം എക്സാമിൽ എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. ടാറ്റാ, ബൈ.